രഞ്ജിത്തിനെ പൂട്ടിയ പോലീസിന്റെ നീക്കങ്ങൾ തികച്ചും സിനിമാ സ്റ്റൈലിലായിരുന്നു. വലയിലാകുന്നതുവരെ രഞ്ജിത്തിന് ചുറ്റും കേരള പോലീസ് വട്ടമിട്ട് പറന്നിരുന്നു. പിടിയിലായ ശേഷവും രക്ഷപ്പെടാൻ ഒരവസരവും നൽകാതെ രഞ്ജിത്തിനെ അതിവേഗത്തിൽ പോലീസ് ജയിലിലെത്തിച്ചു. കഴിഞ്ഞ ജനുവരി 30-ാം തീയതിയാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് യുവനടിക്ക് രഞ്ജിത്തിന്റെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നത്. പിന്നീട് മാനസികമായി തളർന്നുപോയ പെൺകുട്ടി മാർച്ച് 28-ാം തീയതി പോലീസിൽ പരാതി നൽകി. മാർച്ച് 29-ാം തീയതി പോലീസ് കോടതിയിലെത്തിച്ച് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മതിയായ തെളിവുകളും ശേഖരിച്ചു. പിന്നീടെല്ലാം അതിവേഗത്തിലായിരുന്നു പോലീസിന്റെ നീക്കം. രഞ്ജിത്ത് എന്ന സിനിമാ സംവിധായകൻ ആ യുവനടിക്ക് ഗുരുതുല്യനായിരുന്നു. എന്നാൽ 2026 ജനുവരി 30-ാം തീയതി ആ വിഗ്രഹം ഉടഞ്ഞു വീണു. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉച്ചയ്ക്ക് 2 മണിയോടെ രഞ്ജിത്ത് യുവനടിയെ തന്റെ ക്യാരവാനിലേക്ക് ക്ഷണിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ ക്യാരവാനിലെത്തിയ യുവതിയെ രഞ്ജിത്ത് കടന്നു പിടിക്കുകയായിരുന്നു. എതിർത്തതോടെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. ഭയന്നുപോയ പെൺകുട്ടി സർവ്വശക്തിയും ഉപയോഗിച്ച് രക്ഷപ്പെട്ട് പുറത്തെത്തി. എല്ലാവരോടും കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. എന്നാൽ ആരും കേട്ട ഭാവം നടിച്ചില്ല. ഇതോടെ മാനസികമായി തകർന്ന കുട്ടി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒടുവിൽ നീതിക്ക് വേണ്ടി പൊരുതാൻ തീരുമാനിച്ചു. രക്ഷകനായി കണ്ടതാവട്ടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിനെ. അല്ല, കഴിഞ്ഞ ആഴ്ച വളരെ ട്രമറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രമറ്റൈസ്ഡാണ്. സോ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയം നമ്മളോട് സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. മാർച്ച് 28-ന് പെൺകുട്ടി രഞ്ജിത്തിനെതിരെ പരാതി നൽകി. അവിടെ മുതൽ പോലീസ് കാര്യങ്ങൾ ഏറ്റെടുത്തു. തൊട്ടടുത്ത ദിവസം തന്നെ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് മൊഴി കൊടുപ്പിച്ചു. മതിയായ തെളിവുകൾ ശേഖരിച്ചതിന് പുറമെ കൂടുതൽ സാക്ഷികളെ കണ്ടെത്താനും കഴിഞ്ഞു. ഇനി വേണ്ടത് അറസ്റ്റാണ്. ഏറ്റവും സുപ്രധാനമായ സമയം. പരുന്തിനെ പോലെ ക്ഷമയോടെ രഞ്ജിത്തിന് ചുറ്റും പോലീസ് വട്ടമിട്ട് പറന്നു. ഒടുവിൽ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നപ്പോൾ രഞ്ജിത്തിനെ കൊത്തിയെടുത്ത് പോലീസ് കൊച്ചിക്ക് പറന്നു. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നിൽക്കും. ജനങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് അല്ല, നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത്. പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. മുന്നേ ഉണ്ടായിരുന്ന 2 ലൈംഗികാതിക്രമ കേസുകളിലും രഞ്ജിത്ത് രക്ഷപ്പെട്ട രീതി പോലീസിന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കാരവൻ കണ്ടെത്തുക തന്നെയാണ് പോലീസിന്റെ ആദ്യ ലക്ഷ്യം. പിന്നീട് പരമാവധി തെളിവുകൾ ശേഖരിക്കും. പരമാവധി സാക്ഷികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. എന്തായാലും ഇത്തവണ കഴിഞ്ഞ 2 കേസുകൾ പോലെ ആകരുതെന്ന് അന്വേഷണ സംഘത്തിന് നിർബന്ധമുണ്ട്. സഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.